സ്നേഹം നിറഞ്ഞ എല്ലാ സുഹൃത്തുക്കൾക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കഥ ആരംഭിക്കാം. എന്റെ പേര് ധർമ്മരാജ്. എല്ലാവരും രാജ് അങ്ങെടുത്ത് കളഞ്ഞു. ധർമ്മൻ എന്നാണ് വിളിക്കുന്നത്. എനിക്കതിൽ വിഷമമൊന്നുമില്ലായിരുന്നു. ഒരു പേരിൽ എന്തിരിക്കുന്നു. വയസ്സ് 30. വിവാഹമൊന്നും ഇതുവരെ ആയിട്ടില്ല. ആലപ്പുഴയിലാണ് താമസം. വീട്ടിൽ അച്ഛനും അമ്മയും 2 പെങ്ങന്മാരും ഉണ്ട്. പെങ്ങന്മാരുടെ വിവാഹം കഴിഞ്ഞു. എനിക്ക് വിവാഹാലോചനകൾ നടക്കുന്നു. ജോലി ഹരിപ്പാട് വില്ലേജ് ഓഫീസിൽ ക്ലർക്കായിരുന്നു. ഇപ്പോൾ സ്ഥലം മാറ്റമാണ് തിരുവനന്തപുരത്തേക്ക്. തിരുവനന്തപുരം വെഞ്ഞാറമ്മൂട്. അവിടെ എവിടെ താമസിക്കും എന്ന ചിന്തയായിരുന്നു എനിക്ക്. അപ്പോഴാണ് പല രാത്രികളിലും എൻ്റെ ഉറക്കം കെടുത്തിയിരുന്ന എൻ്റെ ആ പഴയ സ്കൂൾ പഠനകാലത്തെ പ്രിൻസിപ്പാളിനെ എനിക്ക് ഓർമ്മ വന്നത്. അവർ തിരുവനന്തപുരത്താണ്. സുജാത ടീച്ചർ. ടീച്ചറിന്റെ മൊബൈൽ നമ്പർ വളരെ പാടുപെട്ട് ഒപ്പിച്ചെടുത്തു. എന്നിട്ട് ഞാൻ സുജാത ടീച്ചറെ വിളിച്ച് കാര്യം പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെട്ടുപോയി. ടീച്ചർ പറഞ്ഞു, ഞാൻ വെഞ്ഞാറമൂട്ടിലാണ് താമസിക്കുന്നത്. ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണ്. നിനക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ താമസിക്കാം. ഇവിടെ 2-3 മുറി ഒഴിഞ്ഞു കിടക്കുകയാണ്, ടീച്ചർ പറഞ്ഞു. ഞാൻ ടീച്ചറോട് ഓക്കെ പറഞ്ഞു. ഞാൻ പഴയ സ്കൂൾ പഠനകാലത്ത് ടീച്ചറെ കുറിച്ച് ഓർത്തു. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ സ്കൂളിന്റെ പ്രിൻസിപ്പാളും എൻ്റെ ഇംഗ്ലീഷ് ടീച്ചറുമായിരുന്നു. നല്ല വെളുത്തു തുടുത്ത് മദാമ്മയെ പോലെയായിരുന്നു ടീച്ചർ. ടീച്ചറിന്റെ എപ്പോഴും കാണിച്ചുകൊണ്ട് നടക്കുന്ന ആ വൈശാലിയായിരുന്നു എന്നെ ഏറെ ആകർഷിച്ചത്. അങ്ങനെ ഒരു ദിവസം സ്കൂളിൽ അസംബ്ലി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ടീച്ചർ അന്ന് താമസിച്ചാണ് എത്തിയത്. താമസിച്ചത് കൊണ്ട് ടീച്ചർ ഓടിയാണ് സ്കൂളിലേക്ക് വന്നത്. ആ ഓട്ടത്തിൽ ടീച്ചറിന്റെ സാരി ഫ്രണ്ടിൽ നിന്ന് മാറി വൈശാലി നന്നായി കാണാമായിരുന്നു. ആ കാഴ്ച ഒരു ഉഗ്രൻ വിരുന്ന് തന്നെയായിരുന്നു. വീണ്ടും ഒരു ദിവസം സ്കൂളിൽ പതാക ഉയർത്തൽ ചടങ്ങ് നടത്തിയപ്പോൾ പിന്നെയും ടീച്ചറിന്റെ വൈശാലി നന്നായി കാണാൻ കഴിഞ്ഞു. പതാക ഉയർത്തുന്നത് കൊണ്ട് ടീച്ചർക്ക് സാരി ഒന്ന് നേരെയാക്കാൻ കഴിഞ്ഞില്ല. ബാക്കിയുള്ള സാറന്മാരെല്ലാം അത് കണ്ടൊന്ന് ഊറിച്ചിരിച്ചു. ആ കാലഘട്ടത്തിലെ എന്റെ സ്വപ്നറാണിമാരിൽ ഒരാളായി സുജാത ടീച്ചർ മാറി. പലപ്പോഴും ഇതുപോലെയുള്ള കാഴ്ചകൾ അവർ തന്നുകൊണ്ടിരുന്നു. പിന്നീട് എന്റെ സ്കൂൾ പഠനമൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ ടീച്ചറെ കണ്ടിട്ടേയില്ല. വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് ടീച്ചറുടെ ആ സൗണ്ട് ഫോണിൽ കൂടി കേട്ടത്. ടീച്ചർ ഇപ്പോൾ എങ്ങനെയായിരിക്കും? പ്രായമൊക്കെ ആയി കാണുമോ? ഞാൻ ചിന്തിച്ചു. എങ്കിലും ടീച്ചറിന്റെ കൂടെയുള്ള ആ താമസം, എന്റെ മനസ്സിൽ കുളിരു കോരി. ചെറുപ്പം മുതൽ മനസ്സിലിട്ട് ഓരോന്നോർക്കുന്ന സുജാത ടീച്ചറോടൊപ്പം ഒരു വീട്ടിൽ താമസിക്കാൻ കിട്ടിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. ഞാൻ ടീച്ചറോട് ടീച്ചറിന്റെ വീട്ടിലെ കാര്യങ്ങൾ തിരക്കി. ടീച്ചർ ഇപ്പോൾ അവിടെ തന്നെയുള്ള ഒരു സ്കൂളിൽ അധ്യാപികയാണ്. വീട്ടിൽ ഒറ്റയ്ക്കാണ്. ടീച്ചർക്ക് മക്കളില്ല. ഭർത്താവ് ഒരു ട്രീറ്റ്മെന്റിലാണ്, ഒരു ആയുർവേദ ആശുപത്രിയിൽ. അവിടെ താമസിച്ചാണ് ചികിത്സ. ഇതൊക്കെ കൂടി കേട്ടപ്പോൾ എനിക്ക് അങ്ങ് എത്തിയാൽ മതിയെന്നായി. അങ്ങനെ വീട്ടുകാരോടെല്ലാം യാത്ര പറഞ്ഞ് ഞാൻ വെഞ്ഞാറമൂട്ടിലേക്ക് തിരിച്ചു. സുജാത ടീച്ചർ എനിക്ക് ലൊക്കേഷൻ അയച്ചു തന്നിരുന്നു. ഞാനൊരു 4:30 അവിടെ എത്തി. സുജാത ടീച്ചർ സ്കൂളിൽ നിന്ന് എത്തിയിട്ടില്ലായിരുന്നു. ഞാൻ 5 മിനിറ്റ് കാത്തു നിന്നപ്പോഴേക്കും ടീച്ചർ എത്തി. സാരി ആയിരുന്നു ടീച്ചറിന്റെ വേഷം. എല്ലാം മറയ്ക്കുന്ന രീതിയിലായിരുന്നു ടീച്ചർ സാരി ഉടുത്തിരുന്നത്. എന്നെ കണ്ടതും വന്നിട്ട് കുറെ ആയോ എന്ന് ചോദിച്ചു. ഞാൻ ഇല്ലെന്ന് മറുപടി പറഞ്ഞു. വീടിനകത്ത് കയറി എനിക്ക് എൻ്റെ റൂം കാണിച്ചു തന്നു. എൻ്റെ റൂമിന്റെ കൃത്യം എതിർ സൈഡിൽ തന്നെയാണ് സുജാത ടീച്ചർ കിടക്കുന്നത്. എന്നെ റൂം കാണിച്ചിട്ട് ടീച്ചർ കുളിക്കുവാനായി പോയി. ഞാനും പോയെന്ന് കുളിച്ചു. കുളിച്ചിട്ട് വന്നപ്പോൾ ടീച്ചർ ഒരു സാധാരണ നൈറ്റിയാണ് എടുത്തിരുന്നത്. അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. അങ്ങനെ ദിവസങ്ങൾ പോയി. ഞാൻ ജോലിയിൽ കയറിയിട്ട് മാസം 1 കൂടുതൽ കണ്ടു എനിക്ക് ടീച്ചറോടുള്ള ആസക്തി ഏറി വന്നു. ടീച്ചറെ എന്റെ പാട്ടിലാക്കാനുള്ള ശ്രമങ്ങൾ ഞാൻ തുടങ്ങിക്കഴിഞ്ഞു. എല്ലാം തുടങ്ങി വെക്കണമല്ലോ എന്ന രീതിയിൽ ഒരു ദിവസം ഞാൻ ടീച്ചറോട് അവർ സാരി ഉടുക്കുന്ന രീതിയെക്കുറിച്ച് സംസാരിച്ചു. സാരി ഉടുക്കുമ്പോൾ ടീച്ചർ ഒരു കാര്യം ചെയ്യണം. സ്വല്പം വയറൊക്കെ പുറത്തു കാട്ടി സാരി ഉടുക്കണം എന്ന് പറഞ്ഞു. രണ്ടും കൽപ്പിച്ചാണ് ഞാനത് പറഞ്ഞത്. ആദ്യം ടീച്ചർ എന്നെ നോക്കിയൊന്ന് ചിരിച്ചു. എന്താ ഇപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കങ്ങനെ തോന്നി. അങ്ങനെ ഉടുത്താൽ ടീച്ചർക്ക് നല്ല ഭംഗിയായിരിക്കും. ടീച്ചറിന്റെ അടുത്ത ചോദ്യമാണ് എന്നെ ഞെട്ടിച്ചു കളഞ്ഞത്. എന്നോട് ചോദിച്ചു, എത്രമാത്രം കാണിച്ച് സാരി ഉടുക്കണം? ഞാൻ പറഞ്ഞു, അതെനിക്ക് പറയാൻ കഴിയില്ല. വേണമെങ്കിൽ കാണിച്ചു തരാം. ടീച്ചർ പറഞ്ഞു, അതങ്ങ് കയ്യിലിരിക്കട്ടെ. അതൊന്നും നടക്കില്ല. ഞാൻ പെട്ടെന്ന് നിരാശനായി. അങ്ങനെ ഒന്ന് സ്കൂളിൽ പോകാൻ
ടീച്ചർ സാരി ഉടുക്കുവാൻ കയറി. അന്ന് കുറച്ച് വ്യത്യസ്തമായി അല്പം വയറൊക്കെ കാട്ടിയാണ് ടീച്ചർ സാരി ഉടുത്തത്. അതെന്നെ വളരെയധികം സന്തോഷിപ്പിച്ചു. വൈകിട്ട് ഞാൻ ടീച്ചറോട് ചോദിച്ചു, ടീച്ചർക്ക് ഞാൻ കുറെ സാരി വാങ്ങി തരട്ടെ? തന്നോളൂ എന്നവർ മറുപടി നൽകി. ഞാൻ അങ്ങനെ ഒരു ടെക്സ്റ്റൈൽസിൽ പോയി നീളം കുറഞ്ഞ സാരികൾ നോക്കി വാങ്ങി. കൂടുതലും വടി പോലിരിക്കുന്ന കോട്ടൺ സാരികൾ. എല്ലാം കൊണ്ടുവന്ന് ടീച്ചറെ കാണിച്ചു. ടീച്ചർക്കെല്ലാം ഇഷ്ടമായി. ഞാൻ പറഞ്ഞു, ഇനി ഓരോ ദിവസവും ഇതിലോരോന്ന് ഉടുത്തു വേണം ടീച്ചർ സ്കൂളിൽ പോകാൻ. അങ്ങനെ അടുത്ത ദിവസമാകാൻ ഞാൻ കാത്തിരുന്നു. ടീച്ചർ സാരി ഉടുക്കുവാൻ അകത്ത് കയറി. ഞാൻ വാങ്ങിയ ഒരു ഇളം കാപ്പിപ്പൊടി കളർ കോട്ടൺ സാരിയാണ് അന്ന് സാർ ഉടുത്തത്. നീളം കുറഞ്ഞ സാരി ആയതിനാൽ വയറൊക്കെ നന്നായി കാണാമായിരുന്നു. ഒന്ന് നടന്നാൽ ആ വൈശാരിയും പുറത്ത് കാണാമായിരുന്നു. ഒരു നിമിഷം പഴയ ആ സുജാത ടീച്ചറിന്റെ ക്ലാസ്സിലിരിക്കുന്ന കുട്ടിയാവാൻ ഞാൻ കൊതിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് ജോലി കഴിഞ്ഞ് വന്നിട്ടേ ഈ സാരി ടീച്ചർ മാറ്റാവൂ. ടീച്ചർ പറഞ്ഞു, അതൊന്നും നടക്കില്ല. ഞാൻ നിർബന്ധിച്ചില്ല. കാരണം അടുത്ത ദിവസം വീണ്ടും ഇതുപോലെ ഒരു സാരിയിൽ കാണാമല്ലോ. അങ്ങനെ വീണ്ടും ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. ടീച്ചർ പണ്ട് ചെയ്തിരുന്ന യോഗ ഇപ്പോഴും ചെയ്യുന്നുണ്ടായിരുന്നു. ടീച്ചർ എൻ്റെ അടുത്ത് യോഗ ചെയ്യുമ്പോൾ ഇടാനുള്ള കുറച്ച് പാൻറ്റുകൾ വാങ്ങാൻ പോകുന്ന കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു, നമുക്ക് ഓൺലൈൻ ബുക്ക് ചെയ്താലോ? ഓക്കെ, ടീച്ചർ പറഞ്ഞു. ഞാൻ അങ്ങനെ ഓൺലൈനിൽ പല മോഡലുകളും കാണിച്ചു കൊടുത്തു. ഒടുവിൽ 2 പാൻറ്റുകൾ ടീച്ചർ സെലക്ട് ചെയ്തു. ഓൺലൈൻ ഷോപ്പിങ്ങിനെ കുറിച്ച് അത്ര അറിവ് ടീച്ചറിന് ഇല്ലായിരുന്നു. ടീച്ചർ സെലക്ട് ചെയ്ത 2 പാൻറ്റുകളുടെ അതേ കളറിലുള്ള 2 പാൻറ്റുകൾ ഞാൻ എനിക്ക് വേണ്ടി ഓർഡർ ചെയ്തു. ആ പാൻറ്റുകളുടെ വരവിനായി ഞാൻ കാത്തിരുന്നു. അങ്ങനെ ഒരു ദിവസം അത് കൊണ്ടു തന്നു. ഞാൻ അത് കയ്യിൽ വെച്ചിരുന്നു. യോഗ ചെയ്യാൻ ടൈമായപ്പോൾ ടീച്ചറിനോട് അത് വന്ന കാര്യം പറഞ്ഞു. എന്നിട്ട് 2ഉം കയ്യിൽ കൊടുത്തു. ഒരെണ്ണം കടുന്നീലയും ഒരെണ്ണം കറുത്തതുമായിരുന്നു. ടീച്ചർ അത് 2ഉം വാങ്ങി കതകടച്ചു. കുറച്ചു കഴിഞ്ഞ് കടുന്നീല പാൻറ് ഇട്ടുകൊണ്ട് ടീച്ചർ ഇറങ്ങി വന്നു. ആ കാഴ്ച കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. അന്ന് രാത്രി എനിക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല. എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിച്ചു ഞാൻ. സുജാത ടീച്ചർ സ്കൂളിൽ പോകാൻ ഒരുങ്ങുകയായിരുന്നു. അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. പെട്ടെന്ന് ടീച്ചർ റൂമിൽ നിന്നുകൊണ്ട് എന്നെ വിളിച്ചു. ടീച്ചർ സാരി ഉടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പാവാടയ്ക്ക് മുകളിൽ സാരി ഒരു ചുറ്റി നിൽക്കുന്നു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് നീ എനിക്ക് സാരി ഉടുപ്പിച്ചു തന്നാൽ മതിയെന്ന്. അതോടെ ഞാൻ ഉറപ്പിച്ചു, ഇന്നലത്തെ എന്റെ ചിന്ത ശരിയാണെന്ന്. സുജാത ടീച്ചർക്ക് ഉള്ളിൽ മോഹം തുടിച്ചു തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ടീച്ചറിന്റെ അടുത്ത് ചെന്ന് സാരി ഉടുപ്പിക്കുവാൻ തുടങ്ങി. സാരി അടുക്കി പാവാടയുടെ ഉള്ളിലേക്ക് കുത്തിയ ഞാൻ ഞെട്ടിപ്പോയി. സുജാത ടീച്ചർ പാവാടയുടെ വള്ളിയാണെങ്കിൽ ലൂസായിട്ടാണ് കെട്ടിയിരുന്നത്. അത് മനഃപൂർവ്വമാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ സാരി എടുത്ത് കുത്തിയതും ടീച്ചറിന്റെ സാരിയും പാവാടയും കൂടി ഒരുമിച്ചുരിഞ്ഞ് താഴോട്ട് പോയി. ഓ, ഞാൻ ആ കാഴ്ച കണ്ടതും പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. എനിക്കാണെങ്കിൽ കാലിന്റെ പെരുവിരൽ മുതൽ രക്തം മേളോട്ട് ഇരച്ചു കയറി. ഞാനപ്പോൾ ഒരു ബെർമുട മാത്രമായിരുന്നു ഇട്ടിരുന്നത്. അടിയിലാണെങ്കിലോ ഒന്നും ഇട്ടിരുന്നില്ല താനും. പെട്ടെന്നാണത് സംഭവിച്ചത്. ടീച്ചർ കൈനീട്ടി എന്റേതിലൊന്ന് തടവി. നിമിഷ നേരം കൊണ്ട് 2 പേരും എന്തൊക്കെയോ ചെയ്തു കൂട്ടി. ഞാനാണെങ്കിൽ കിട്ടിയ അവസരം നല്ലപോലെ മുതലാക്കി. പക്ഷേ അധിക നേരമൊന്നും എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഞാൻ വിടുവോ? ഞാൻ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരുന്നു. എല്ലാം കഴിഞ്ഞപ്പോൾ മണി 11:30ആയി. ടീച്ചർ ക്ലോക്കിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, അയ്യോ, സമയം ഒരുപാടായി. ഇനി എങ്ങനെയാ സ്കൂളിൽ ചെല്ലുന്നത്? ഞാൻ പറഞ്ഞു, ഇന്ന് ലീവ് എടുക്ക് ടീച്ചറെ, നമ്മൾക്ക് വീണ്ടും എൻജോയ് ചെയ്യാം. ടീച്ചർ എഴുന്നേറ്റൊരു ചിരി ചിരിച്ചുകൊണ്ട് ബാത്റൂം ലക്ഷ്യമാക്കി നടന്നു.